അപ്പോൾ ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട കേട്ടോ. ഇതേപോലെ നമുക്കൊരു നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി വന്ന ചോറ് എത്ര ഉണ്ടെങ്കിലും അത്രയും ചോറ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ നമ്മളെ പൊന്നിയരിൻ്റെ ചോറാണ് കേട്ടോ. നിങ്ങൾക്ക് റേഷൻ കടയിലത്തെ ചോറായിക്കോട്ടെ, ഏത് ടൈപ്പ് ചോറായാലും ഒക്കെ അതിനെ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ, വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ടാണ് കേട്ടോ ഞാനിപ്പം കാണിക്കുന്നത്. ഏകദേശം 4 ആൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആളുണ്ടെങ്കിൽ ഒരു പ്ലേറ്റൊക്കെ വേണ്ടി വരും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം നമ്മൾ ഈ ഒരു ചോറില്ലേ അതിൻ്റെ അത്രയും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു സംഭവമില്ലേ, ഈ ഒരു സംഭവത്ത് ഇങ്ങനെ തരി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ ചെയ്തിട്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം കേട്ടോ. അല്ലേ ഇതിന് തരി പാടില്ല കേട്ടോ, തീരെ ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല. കാരണം ചോറിന് ഇടയ്ക്കൊന്ന് തരി പോലെ വരും നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ വെള്ളം കൂടിക്കില്ല കുറഞ്ഞിക്കില്ല കേട്ടോ. ഞാൻ ഈ ഒരു ചോറിൻ്റെ പാകത്തിനാണ് കേട്ടോ വെള്ളം എടുത്തത്. ഇപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം കുഴയ്ക്കാനുള്ള ഒരു പാകത്തിന് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ നൈസ് പത്തിരി ഇല്ലേ, നൈസ് പത്തിരിയൊക്കെ ചുടുന്ന ഒരു അരിപ്പൊടിയാണ്. നമ്മളിപ്പോൾ ഇടിയപ്പമൊക്കെ ചുടുന്നില്ലേ, ആ ഒരു അരിപ്പൊടി തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ മൂടേരിൻ്റെ പൊടി എടുക്കരുത് കേട്ടോ. ഈ ഒരു അരിപ്പൊടി ഉണ്ടാകുന്ന നമുക്ക് ചെയ്തെടുത്ത് അടിപൊളിയായിട്ട് തന്നെ കിട്ടുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ മൂടേരിൻ്റെ പൊടി ഉള്ളതെന്ന് വെച്ചാൽ അതിന് തരി ഇങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതേപോലെ ഇടിയപ്പത്തിൻ്റെ പൊടി എടുക്കുകയെന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ചൂടുവെള്ളത്ത് കുഴയ്ക്കും വാട്ടൊന്നും വേണ്ട കേട്ടോ. ഇതേപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നല്ലോണം കുഴച്ച് പാകത്തിനാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് സാധാരണ നമ്മളിപ്പോൾ പത്തിരിക്കൊക്കെ കുഴക്കുന്നില്ലേ അതേപോലെ കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ നല്ല ലൂസാക്കിയിട്ട്, അധികം ലൂസും വേണ്ട അധികം ടൈറ്റും ആകർത്തിട്ട അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ വീട്ടിൽ നമ്മൾ ഉണക്കി പൊടിക്കുന്ന പച്ചരിയില്ലേ അതും പറ്റും കേട്ടോ. ഇപ്പോൾ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ട് ഇത് അധികം ടൈറ്റും അല്ല അധികം സോഫ്റ്റും അല്ലാത്തൊരു ടൈപ്പിലാണ് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇത് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം കേട്ടോ. അപ്പം നല്ലോണം കുഴച്ചതിന് ശേഷം ഇതൊന്ന് നല്ല പാകത്തിന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ചോറ് ആരും കളയണ്ട കേട്ടോ, ഇതേപോലെ ചെയ്തെടുക്കുക. എന്തായാലും നിങ്ങൾക്ക് നല്ല ഉപകാരമുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി തട്ടാണ് ഇട്ടത്. അപ്പോൾ അതിലേക്ക് റേഷൻ വെളിച്ചെണ്ണ എല്ലാ തട്ടിലും ആക്കി കൊടുക്കാം. ഇതുപോലത്തെ ഒരു അച്ചെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അടിയിലേക്ക് ഇട്ടുന്ന അച്ചാണ് കേട്ടോ. ഇനിയിപ്പോൾ 2 അച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ എന്തിനാന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കുറച്ച് മാവ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആണ്, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഊന്നിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതേപോലെ കുഴച്ചെടുത്താൽ നമ്മൾ ചൂടുവെള്ളത്തിലൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു അച്ചിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, മറ്റേ അച്ച് ഇതേപോലെ നമുക്കൊന്ന് മേളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ മാവ് മുകളിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇതേപോലെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ മൂടി വെച്ചാലും നമ്മൾ ഊന്നുന്ന സമയത്ത് നമ്മൾ മാവ് മുകളിലേക്ക് വരികയില്ല കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ
അപ്പോൾ നമ്മളെ ഇടിയപ്പം ഇതേപോലെ ഊന്നി കൊടുക്കട്ടോ. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല നൂല് പോലെ ചൂടുവെള്ളത്തിൽ കുഴക്കുകയോ കൈ പൊള്ളുകയോ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നൂൽപുട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ നല്ല നിങ്ങൾ ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ട് ഞാൻ ഊന്നിയെടുക്കട്ടെ. ഇതാ മുഴുവനായിട്ട് ഞാൻ ഇവിടെ ഊന്നിയെടുത്തിട്ടുണ്ട്. ഇത് ഈ സൈഡിലുള്ളത് ബന്ധതാണ് കേട്ടോ, ഞാൻ ആവി കയറ്റിയെടുത്തതാണ്. കണ്ടില്ലേ നല്ല സോഫ്റ്റ് അല്ലേ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. മറ്റേത് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇതാ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതി അറിയിക്കാൻ മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഇതാ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ, ഒട്ടിപ്പിടിക്കുന്ന ചില ഭാഗത്തൊക്കെ ചെറുങ്ങനെ കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. അതെന്തായാലും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാവും, അല്ല നൂൽപുട്ടുണ്ടാക്കുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റാണ് കേട്ടോ, പുട്ട് പോലെ. അപ്പോൾ ഇതേപോലെ ചോറൊന്നും കളയണ്ട കേട്ടോ. അപ്പം നമുക്ക് കൈ ചൂടാവാതെ തന്നെ എന്താ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ നൂലപ്പം. അപ്പോൾ ചോറൊന്നും ഉണ്ടെങ്കിൽ കളയണ്ട. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ കറി ഞാനിവിടെ വെച്ചത് ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും കൂട്ടി അതുപോലെ തന്നെ ചെറുപയറും കറിയൊക്കെ ഇതിന് പറ്റുന്ന നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.